വാട്സപ്പിൽ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വരും. ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ വരുന്നതിൽ 99% നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കണ്ടാത്ത, ഒന്ന് ഒഴിവാക്കണ്ടേ അങ്ങനത്തെ ഫോട്ടോസ് വീഡിയോസും ഒക്കെ ആയിരിക്കും. ഒരിക്കലും ഫോണിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതായിരിക്കില്ല. സൂക്ഷിച്ച് വെക്കേണ്ടത് വളരെ അപൂർവമായിട്ടേ വരും. അത് വേറൊരു ശതമാനം എങ്ങനെ ഉണ്ടാവും. അവിടെ വേറൊരു പ്രശ്നം, ഇതൊക്കെ നമ്മൾ വാട്സപ്പിൽ നിന്ന് ഗ്യാലറിയിലേക്ക് മാറുന്നത് കൂടാണ്ട് തീർത്ത് ഗൂഗിളിലേക്ക് സേവ് ആകുക. അപ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ വരുന്ന വീഡിയോസ് ഫോട്ടോസൊക്കെ ഗൂഗിളിൽ സേവ് ആകുന്നത് എങ്ങനെ തടയാം? അതുപോലെ തന്നെ വാട്സപ്പിൽ ഇങ്ങനെ വരുന്ന ചവറ് ഫോട്ടോസ് വീഡിയോസൊക്കെ നമ്മളെ ഫോണിൻ്റെ ഗ്യാലറിയിൽ വരുന്നത് എങ്ങനെ തടയാം? ഈ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യം നമുക്ക് ഗൂഗിളിൻ്റെ സേവ് ആകുന്ന ഒഴിവാക്കാം. അതിന് ഈ ഗൂഗിളിൽ സേവ് ആകുന്നതെന്ന് വെച്ചാൽ ഓട്ടോ ബാക്കപ്പ് ഓൺ ആയതുകൊണ്ട് ഗൂഗിൾ ഫോട്ടോസിലേക്കാണ് ഈ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കയറിപ്പോകുന്നത്. അതൊന്ന് ഓഫാക്കിയിടാം. അതിന് ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ വരും. ഈ ബാക്കപ്പ് ഓണാക്കിയിടുന്നതിൽ നിന്നല്ല, ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് ബാക്കപ്പ് ആവും. അതിലും നല്ലത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്, ബാക്കപ്പ് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓണിലാവേണ്ട ഓഫാക്കി കളയുന്നത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അത് നിങ്ങൾ ഇഷ്ടം പോലെ. ഇത് ഓണിലിടുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, താഴെ ഭാഗത്തേക്ക് പോയാൽ ബാക്കപ്പ് ഡിവൈസ് ഫോൾഡർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെ ഫോൾഡറിലുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിലേക്ക് സേവ് ആവണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം ഓഫാക്കി കളയുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓണാക്കി കൊടുക്കുക. നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡീഫാൾട്ടായിട്ട് ഓണിൽ ഉണ്ടാകുക. അത് നമ്മളൊന്നും ചെയ്യാനാകുകയില്ല. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ ഭാഗത്ത് വാട്സപ്പിൻ്റെ ഫോൾഡറുകൾ ഉണ്ടാവും. വാട്സപ്പ് ഫോട്ടോസ്, ഡോക്യുമെൻറ്റ്, ഇമേജ്, വീഡിയോ ഒക്കെ ഈ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫോൾഡറും അങ്ങ് ഓഫാക്കിയിട്ടേക്കുക. അങ്ങനെ അന്നേരം വാട്സപ്പിൽ വരുന്ന ചവർ ഫോട്ടോസ് വീഡിയോസ് ഒന്നും നമ്മളെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സേവ് ആകുകയില്ല. അങ്ങനെ സേവായി നമ്മളെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുകയില്ല. സംഭവം തിരിഞ്ഞിക്കോ? തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയുമെന്ന് പറഞ്ഞെനിക്ക് പണ്ടാരും. അപ്പോൾ ഗൂഗിളിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഗൂഗിൾ സേവ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ലെങ്കിൽ ബാക്കപ്പ് ഓഫാക്കി കളയുക. ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസും വീഡിയോസും മാത്രം ഒന്നുകിൽ ഗൂഗിൾ ഫോട്ടോസിലേക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഡയറക്റ്റ് മാനുവലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ വരാണ്ടിരിക്കാൻ ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് പഴയ സെറ്റിങ്സ് ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്നുകൂടിയും പറഞ്ഞുതരാം. വാട്സപ്പ് തുറന്നിട്ട് അതിൻ്റെ മേലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്ത് 3 ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ 4 കള്ളിയിലും ടിക്ക് മാർക്ക് ഉണ്ടാവും. ആ ടിക്ക് മാർക്ക് അങ്ങ് ഓഫാക്കിയിട്ട് ഓക്കെ കൊടുക്കുക. അതായത് ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഫോണിൽ ഡൗൺലോഡ് ആവും. അതുപോലെ വൈഫൈയിൽ കണക്റ്റ് ആവുന്നുണ്ടെങ്കിലും മൊബൈൽ ഡാറ്റയിൽ കണക്റ്റ് ആവുന്നുണ്ടെങ്കിലും സെറ്റിങ്സ് ഇത് മറക്കാണ്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാത്തിലും ഇങ്ങനെ പച്ച കത്തുന്നുണ്ടാവും. ആ പച്ച കത്തുന്നെല്ലാം അങ്ങ് ഓഫായി കളയുക. ഓഫായി കളഞ്ഞിട്ട് അങ്ങ് ഓക്കെ കൊടുത്തേക്കുക. ഇങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ നമ്മളെ വാട്സപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മാത്രമാണ് ഡൗൺലോഡ് ആവും. അതുപോലെ തന്നെ വീഡിയോ, അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ആകുകയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകുകയില്ല. നമ്മളെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുകയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിലേക്ക് കയറി പോവുകയില്ല. സംഭവം തീർന്നിക്കോ? ഉപകാരം തോന്നിക്കോ? എന്നാൽ തട്ടിക്കോ ചങ്ങായിമാർക്ക്. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കട്ടോ. അത് നമുക്കൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂർ. താങ്ക് യു സോ മച്ച്.